ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടി വർക്കിന് ഏറ്റിട്ടുണ്ട്. അത് നമ്മളൊന്ന് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ജർക്കിങ് വൈബ്രേഷൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗം ടൈറ്റ് കാണിക്കുന്നുണ്ട്, ബ്രേക്ക് ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും മെയിനായിട്ട് അതുണ്ട്, അത്രയുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ യൂണിറ്റും അതേപോലെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കുന്ന പുതിയ ഫിൽറ്ററാണ്. അതേപോലെ പ്ലഗ് ആയാലും നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വലിയ പഴക്കത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. കാർബറേറ്റർ നമുക്കൊന്ന് അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈലേജുമായി ബന്ധപ്പെട്ട് നമുക്ക് മെയിനായിട്ട് പുറമേ നിന്ന് ചെയ്യാവുന്ന അത്രയും കേസുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ക്ലിയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ആക്സിലേറ്റർ കേബിളൊക്കെ ചെറുതായിട്ട് ലോഡായിട്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മൈലേജിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ടും പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഹെഡിനകത്ത് കരിയുടെ പ്രോബ്ലം കൊണ്ടാണ് പിന്നീട് കുറയാനുള്ള സാധ്യത, മൈലേജ് ഷോർട്ട് വരാനുള്ള സാധ്യത കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗം അഴിച്ചു നോക്കുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടുത്തെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാസ്കറ്റും മൗണ്ടർ റോറും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഓയിൽ ലീക്കിൻ്റെ കേസ് റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ തന്നെ ഒരു സെക്കൻഡറി ഫിൽറ്റർ എന്നൊരു യൂണിറ്റാണ്. അത് ഫോം ടൈപ്പാണ്. അതിൻ്റെ ലൊക്കേഷൻ വേണ്ടത് നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ ഇവിടെ ആയിട്ടാണ്. അപ്പോൾ അത് അഴിച്ചു നോക്കുമ്പോൾ അതും അത്യാവശ്യം പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ജർക്കിങ് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞു തരുന്നത് നമുക്ക് ഈ ക്ലച്ചിനകത്ത് പറഞ്ഞാൽ ഈ ഒരു വീലിൻ്റെയാണ്. ഈ വീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒട്ടും പ്ലേ പാടില്ല. നമ്മളിപ്പോൾ നോക്കുമ്പോൾ അത് ഇവിടെ ഈ ബുഷിന് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ വീല് ജർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പവർ കുറച്ചവിടെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. തന്നെ ഒരു ജർക്കിങ് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഈ വീലും ഇതും കൂടിയിട്ടാണ്. കാരണം തുരുമ്പൊക്കെ ഇട്ട് അത്യാവശ്യം, അതായത് മീൻസ് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റീൽ പ്ലേറ്റിങ് പോലെ പറഞ്ഞ പെയിൻ്റാണ്. അപ്പോൾ ആ ഇതിൻ്റെ പ്ലേറ്റിങ്ങിൻ്റെ ഇത് ക്വാളിറ്റിയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി പെട്ടെന്നായിരിക്കും അതിൻ്റെ പ്രോബ്ലം വരാം. ഓൾറെഡി ഇപ്പോൾ തന്നെ ഉണ്ട് കംപ്ലയിൻറ്റ്. അപ്പോൾ ഇത് തന്നെ കിടന്ന് ഓടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇനി പെട്ടെന്നായിരിക്കും കംപ്ലയിൻറ്റ് വരാം. അതിൻ്റെ റോളർ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ റോളറിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ചിനകത്തായാലും നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലച്ച് അഴിക്കുമ്പോഴാണ് അതിൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. അപ്പോൾ ആ ഓയിൽ സീൽ കൈയോടെ നമുക്ക് മാറ്റിയിടാം നമുക്ക്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കുഴപ്പമൊന്നുമില്ല, പുതിയ ബെൽറ്റാണ്. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്. ബെൽറ്റിന് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ പുള്ളിയുടെ ഭാഗം നോക്കുമ്പോൾ നമ്മൾ അഴിച്ച് എന്തെങ്കിലും ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ നമ്മൾ അതും കൂടി നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി പിന്നുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ എനിക്ക് 3 പിന്നും റോളറും കൂടിയിട്ട് ഏകദേശം ഒരു 100 രൂപ 120 രൂപയാണ് നമുക്കിത് കോസ്റ്റ് വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് ഈ കണ്ടീഷനിൽ പിന്നെ ഇങ്ങനെ ഓടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ വീലൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. കാരണം ഞാൻ ഈ വീലുകൾ ബാക്ക് സൈഡ് ഫുള്ള് ഒരു ഏകദേശം 14,000 നമുക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ അത് കൈയോടെ തന്നെ നമുക്ക് ചെറിയൊരു പ്ലേയാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ. അപ്പോൾ അത് കൈയോടെ തന്നെ പുതിയ പിന്നെ ആയി കഴിയുമ്പോഴത്തേക്കും കുറേ നാളത്തേക്ക് പിന്നെ ആ രീതിയിൽ ഓടിക്കോളും, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയക്കുന്ന സമയത്ത് നമുക്ക് ടാങ്കിൽ നിന്നുള്ള ഡയറക്റ്റ് കണക്ഷനാണത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്രോൾ ഇങ്ങനെ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കാൻ പാടില്ല ശരിക്കും. കാരണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്കുള്ള ഫ്യൂലിനെ ഓണാവാൻ പാടുള്ളൂ. ഇതിപ്പോൾ അത് ഈ ടാപ്പിൻ്റെ കംപ്ലയിൻ്റ് ആണത്. ആ ടാപ്പ് കംപ്ലയിൻ്റ് ആയിട്ട് ഫുൾ ടൈം ഇപ്പോൾ കാർബറേറ്ററിൽ പെട്രോൾ വന്ന് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറേ വേപ്പറായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഓവർഫ്ലോ എങ്ങാനും ബൈ ചാൻസ് വന്നു കഴിഞ്ഞാൽ ടാങ്ക് എംറ്റി ആവണ വരെ പെട്രോൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് മാറ്റിയിടുന്ന ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് ഉണ്ട്. ആക്സിലേറ്റർ കേബിൾ നമ്മൾ പരമാവധി ഈ ത്രോട്ടിലിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓടിച്ചിട്ട് തന്നെ. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റുന്ന കൂട്ടത്തിലെ ഗ്രിപ്പ് കൂടി മാറ്റിയിടുമ്പോൾ ആ കേബിളുമായി ബന്ധപ്പെട്ട ആക്സിലേറ്ററുമായി ബന്ധപ്പെട്ട ഇത് റെഡി ആയിക്കോളും. കാരണം അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളാണ് നമുക്ക് ആ ലോഡായി കിടന്നിരുന്നത്. അത് നമുക്ക് കേബിൾ മാറ്റിയിട്ടേ റെഡി ആയിക്കോളും. കേബിൾ എന്ന് പറയുമ്പോൾ 2 ബ്രേക്ക് കേബിളും വലിഞ്ഞേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ ലോഡായിട്ട് നിൽക്കാം. ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വലിയാനുള്ളൊരു ഗ്യാപ്പില്ല. അപ്പോൾ അതിൻ്റെയാണ് ഔട്ടർ വലിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം, 2 ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമുക്കതൊരു എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ടേ നമ്മളിപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഞാൻ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിൾ മാറ്റാനുണ്ട്. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറാനുണ്ട്, അതിൻ്റെ ഗ്രിപ്പ് മാറാനുണ്ട്, ഈ ഫോം ഫിൽറ്റർ മാറ്റാനുണ്ട്, കാർബറേറ്റർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ. ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്ക് ഈ വീലും ഈ ബോസ് ഡ്രൈവും ചേഞ്ച് ചെയ്യണം. അതിൻ്റെ ആ ഓയിൽ സീലുകൾ ഹെഡിൻ്റെയും ആ സൈഡിലെ ഓയിൽ സീലുകളൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുന്നത് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ അതൊന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോഴേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.